എടാ വീഡിയോ ഇതെങ്ങനെ എൻ്റെ ആക്ഷൻ എന്തെങ്കിലും ആണോ? ഈ കൈ അനക്കണോ? അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യണോ? ഇതല്ല എൻ്റെ പ്രസൻറ്റേഷൻ ഒന്നുകൂടി ചിരിക്കണോ? അല്ലെങ്കിൽ സാഡായിട്ട് നിൽക്കണോ? എന്താ ചെയ്യേണ്ടത്? നോർമലി യൂട്യൂബേഴ്സ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വീഡിയോക്ക് മുന്നിൽ ക്യാമറയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്? നോർമലി ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയോ? എങ്ങനെ വിഷയം പറയുന്നവരോ സാഡായിട്ട് നിൽക്കണോ? അല്ലെങ്കിൽ ഹാപ്പിനെസ് മൂഡിലേക്ക് കൊണ്ടുവരണോ? ഇനി അതല്ല നല്ല ആക്ഷൻസൊക്കെ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നല്ല എനർജറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണോ എന്നുള്ളത് എല്ലാവരും ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഐ കോണ്ടാക്റ്റ് വരേണ്ടത്? ഹാൻഡ്സ് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് വരേണ്ടത്? ഇനി എനർജറ്റിക് ആയിട്ട് നല്ല ഹാപ്പിനെസ് ആയിട്ട് കാണിക്കണോ? എങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുന്നതിലൂടെ എത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് വീഡിയോയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തരുന്നതാണ്. ആ ഒരു ടിപ്പ് നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല ഒരു എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ചാനലിലൂടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ യൂട്യൂബിൽ വീഡിയോ കണ്ടൻറ്റ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ സോഷ്യൽ മീഡിയാസിൽ ഇമേജസ് കൊടുക്കുന്ന ഫേസ് കൊടുക്കുന്ന ആളുകൾക്ക് ഇവരൊക്കെ എങ്ങനെയാണ് വീഡിയോസ് പ്രസൻറ്റ് ചെയ്യേണ്ടത്? ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഐ കോണ്ടാക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഐ കോണ്ടാക്റ്റ് വരേണ്ടത്? ഈ വിഷയങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്ത് വരാറുള്ളത്. ഇതിന് പറ്റിയ ലെവലിലുള്ള എല്ലാ വീഡിയോ കണ്ടൻസും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. ഈ ചാനലിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാറായിട്ട് മാറാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒരു വീഡിയോ വ്ളോഗർ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? എന്നോട് എല്ലാവരും അഭിപ്രായം പറയാറുണ്ട്, എൻ്റെ കമൻറ്റുകളിലൂടെയും അതുപോലെ എൻ്റെ വാട്സപ്പ് മെസ്സേജിലും പറയാറുണ്ട്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ സൂപ്പർബാണ്, നിങ്ങളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും യൂട്യൂബിൽ നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്താണെന്ന് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സാഡായിട്ട് ഇങ്ങനെ മെല്ലെ പാവമായിട്ട് സൗണ്ട് എല്ലാം കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസിലേക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രൂപവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ മാറ്റം എന്താണ്? ഞാൻ പാവമായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്കിപ്പ് ചെയ്ത് വിടാനല്ല തോന്നുന്നത്. പക്ഷേ ഞാൻ എനർജറ്റിക് ആയിട്ട് പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ട്, ഒരു ഔട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എനർജറ്റിക് ആയിട്ട് നമ്മളുടെ വീഡിയോ കാണാൻ വരുന്ന ഒരു വ്യക്തിക്ക് നമ്മളുടെ അടുത്ത് നിന്ന് ഒരു ഔട്ട് കിട്ടണം. നമ്മളുടെ കണ്ടൻറ്റ് പ്രോപ്പറായിരിക്കണം. നമ്മളുടെ കണ്ടൻറ്റ് നീട്ടി വലിക്കാതെ വിഷയങ്ങൾ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ലെവലിൽ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് എന്തായാലും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മളുടെ അടുത്തൊരു ക്ലിയർ പിക്ചർ വേണം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്, ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ കൊടുക്കണം. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഒരു ക്ലിയർ പിക്ചർ നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മൾ വെൽക്കം ടു നമ്മളുടെ ചാനലിലേക്ക് ഒരു വെൽക്കം ഒക്കെ പറഞ്ഞ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞ് എന്നിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് പകരം ഫസ്റ്റ് തന്നെ ഒരു ആകാംക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നോർമലി എല്ലാ വീഡിയോസും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു സാഡ് മൂമെൻ്റ് ആയിട്ട് നിന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്നൊരു ലെവലിൽ അങ്ങനെ ഒരു സാഡ് മൂമെൻറ്റ് കൊണ്ടുവന്ന് അപ്പോൾ ആളുകൾ നോർമലി എന്താണ് ഇവിടെ എന്താ ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കും. അതിൻ്റെ ശേഷം ഞാൻ സൂപ്പർബായിട്ട് എനർജറ്റിക് ആയിട്ട് വിഷയങ്ങൾ പ്രസൻറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കണ്ടൻറ്റിൻ്റെ പാറ്റേൺ കീപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ട് ഓഡിയൻസ് എന്തായാലും സ്കിപ്പ് ചെയ്ത് പോവാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങളും ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടൻറ്റ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു കണ്ടൻറ്റ് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. പിന്നെ നമ്മളുടെ വീഡിയോസ് ഒരനക്കവും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് കാണാനൊരു താല്പര്യക്കുറവുണ്ടാകും. പക്ഷേ നമ്മൾ ആക്ഷൻസ്, മൂവ്മെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഇനിയിപ്പോൾ അതല്ല, ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യല്ലേ, നമ്മുടെ വേറൊരു ചാനലിൽ ഞാൻ വാക്ക് ചെയ്തിട്ട് സംസാരിക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. അതേപോലെ നമ്മൾ നന്നായിട്ട് അനങ്ങിയിട്ട് ഇളകിയിട്ട് വിഷയങ്ങൾ പറയുന്ന സമയത്ത് ഓഡിയൻസിന് പെട്ടെന്ന് ക്യാച്ചബിൾ ആയിരിക്കും. ആ ഓഡിയൻസ് എന്താണ് അടുത്തത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്തൊരു ഫ്രെയിമിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ട് ആളുകൾ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യും. പിന്നെ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയുന്ന നേരം നല്ല പൊട്ടിച്ചിരിച്ച് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല. സങ്കടങ്ങൾ പറയുന്ന നേരം നമ്മളുടെ വോയിസ് മോഡുലേഷൻ കുറച്ചിട്ട് സങ്കടത്തിൻ്റെ ഒരു ഫേസ് കണ്ടീഷൻ കൊണ്ടുവരാം. അതേപോലെ നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം പറയുന്ന നേരം നന്നായിട്ട് മുഖത്ത് പുഞ്ചിരി കൊണ്ടുവന്നിട്ട് ആളുകൾക്കൊരു ഹാപ്പിനെസ് കിട്ടട്ടെ, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ആളുകൾ സന്തോഷിക്കട്ടെ എന്നൊരു ലെവലിലുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഐ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഐ മൂവ്മെൻറ്റ് എപ്പോഴും നമ്മൾ ക്യാമറയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ക്യാമറയിൽ ഫോക്കസ് ചെയ്യുക മീൻസ്
അതിൻ്റെ ലെൻസിൽ ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുന്നത് പോലെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഐ കോൺടാക്റ്റ് മാറിയ സമയത്ത് നിങ്ങളുടെ തന്നെ ഓഡിയൻസ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ വന്നിരുന്നു. അത് വരാതിരിക്കാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ലെവലിൽ സംസാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ആളുകൾക്ക് ഒന്നുകൂടെ കാച്ചബിൾ ആയിരിക്കും. പിന്നെ നമ്മളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷന് അനുസരിച്ചിട്ടുള്ള ഹാൻഡ് മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് വെറുതെ ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പ്രസൻറ്റേഷൻ അനുസരിച്ചിട്ടുള്ള ഹാൻഡ് മൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക. ഒരു കൈ മാത്രം അനക്കുന്ന ഒരു ലെവലിലേക്ക് മാറിപ്പോവാതെ 2 കൈകളും മാക്സിമം വേണ്ട രൂപത്തിലുള്ള ഒരു അനക്കങ്ങൾ കൊണ്ടുവരിക. ഓഡിയൻസിന് നല്ലൊരു എനർജി കിട്ടുന്ന ഒരു ലെവലിൽ വന്നോളൂ. അങ്ങനെ ഒരുപാട് വരരുത്, കുറച്ച് വേണ്ട രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നേരം ഞാൻ എത്ര ക്യാമറയിൽ ഫോക്കസ് ചെയ്താലും എനിക്ക് എന്തായാലും ഫോക്കസിങ് കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സൂപ്പർബായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്താലും അതൊക്കെ മിസ്റ്റേക്ക് പറ്റിപ്പോകുന്നു. എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ എനർജറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ, നമ്മുടെ ഉനൈസ് അക്കാഡമിയിലുള്ള വേറൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അതിൽ ക്ലിയർ ചെയ്ത് പറയുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എനിവേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.